എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കാർത്തിക ആയുർവേദിക്സ്, 500 നമ്പേശമ്പടി. കുറച്ച് മുമ്പ് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ബ്രസ്റ്റ് വലുതാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ടിപ്സ് ആയിട്ട് നമ്മൾ ആകെ ഒരു ടിപ്സ് ആളുകൾക്ക് ഉണ്ടാക്കി ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ബാക്കിയുള്ളവർക്ക് പറ്റാത്തവർക്ക് നമ്മൾ ഈ വീഡിയോ മരുന്ന് അയച്ചു കൊടുക്കലും കൂടിയായിരുന്നു. എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ബ്രസ്റ്റ് വളരെ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട്, അത് വളരാൻ വേണ്ടിയിട്ടും തൂങ്ങി നിൽക്കുന്നവർക്ക് അത് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ മരുന്നുകൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ആ എണ്ണ കാച്ചുന്ന വിധം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഇത് പല ആളുകൾക്കും വേണ്ട വിധത്തിൽ, കാരണം വെച്ചാൽ ചുരുങ്ങിപ്പോയി എന്നുള്ളതും പറയുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഗുണം അത്രയുണ്ട് എഫക്റ്റീവ് അല്ലാന്ന്. ഇതൊക്കെ ആകെ ഉപയോഗിച്ച് തുടങ്ങാൻ തന്നെ തുടങ്ങിയിട്ട് ഏതാണ്ട് 10 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ ആളുകൾ ഗുണം കണ്ടില്ല എന്നുള്ള ഒരു പരിഭവം പറഞ്ഞു. എന്നാൽ കുറെ ആളുകൾക്ക് അത് വളരെയധികം മാറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉണ്ടാവുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം അത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു തൈലല്ല, നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് പേഷ്യൻസിന് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ചാല് 140 കോടി ജനങ്ങളുള്ള ഈ നാട്ടിലെ എല്ലാവരുടെയും കണ്ണും മൂക്കും കാര്യങ്ങളും മുഖം ഒക്കെ വ്യത്യാസമാണ്. കാരണം വെച്ചാൽ എല്ലാവരും 140 തരാണ്. അല്ല, 140 കോടി തരത്തിലാണ് ഈ ജനങ്ങളുടെ എല്ലാ കൈരേഖയും കണ്ണും ഒക്കെ. അതുപോലെ തന്നെ നമ്മുടെ മുഖവും. അപ്പോൾ അതുപോലെ ഓരോ വ്യത്യാസങ്ങൾ ശരീരത്തിനനുസരിച്ച് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു തന്ന ടിപ്സ് ഉപയോഗിച്ചിട്ട് ഒരു മാസം എങ്കിലും നിങ്ങളിത് ഉപയോഗിച്ചതിന് ശേഷം ഫലം കണ്ടില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ടിപ്സ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടു. കാരണം ഒക്കെ ഈ മാറിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വളരാൻ വേണ്ടിയിട്ടും ചെറുതാവാൻ വേണ്ടിയിട്ടും സ്റ്റഡി ആവാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കോശങ്ങളൊക്കെ സ്ട്രെങ്ത് ആയി അത് വളരാനുള്ള ഒരു പവർ കിട്ടുക എന്ന് പറയുന്നത്, വളർന്നു വരാനുള്ള സമയം എന്ന് പറഞ്ഞത് 20 ദിവസം മുതൽ 90 ദിവസം വരെയുള്ള ഗ്യാപ്പ് വരും. ഇത് ഇന്നൊരു പരട്ടി കഴിഞ്ഞാൽ അപ്പോൾ ബ്രസ്റ്റ് വലുതായി എന്നുണ്ടെങ്കിൽ അത് സൈഡ് എഫക്റ്റ് എന്നല്ലാതെ ഔഷധ ഗുണം കൊണ്ട് വളർന്നു എന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ധാരണ ഒരിക്കലും വേണ്ട. ഇതൊരു മാംസമാണ്. ഈ മാംസപരമായിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മളൊരു സംഭവം പരട്ടി കഴിഞ്ഞിട്ട് അത് 20 ദിവസം ആയിട്ടില്ല ആരും ഉപയോഗിച്ചിട്ട്. കാരണം ഞാൻ വീഡിയോ ഇട്ടിട്ട് ആ ഒരു മാസം ആവാനേ പോണുള്ളൂ. അതിനുശേഷമാണ് ആൾക്കാരുടെ സംശയം തീർക്കുകയാണ്. അപ്പൊ ഈ ഒരു സംഭവം ഒന്ന് വളർന്നു വരാനുള്ള ടൈം എന്ന് പറയുന്നത്, നമ്മളിതിങ്ങനെ ഉപയോഗിച്ചിരുന്നു. ഇവിടുത്തെ ഇതൊക്കെ നാടിഞരമ്പുകളൊക്കെ ശക്തിപ്പെട്ട് അത് വളരാനുള്ള സ്പേസ് അത് വരുന്നത് 20 ദിവസത്തിന് ശേഷമാണ്. ഈ തൂങ്ങി നിൽക്കുന്നവർക്കും ഒക്കെ പെട്ടെന്ന് തന്നെ സ്റ്റഡി ആവും. ഇത് എണ്ണ പരട്ടിയപ്പോൾ തന്നെ ആളുകൾ പറയുന്നത് എന്താ വെച്ചാല്, അത് ഉണ്ടായിരുന്നതും കൂടിയിട്ട് കുറഞ്ഞു പോയല്ലോ, ഇതിപ്പോ വളരാൻ വേണ്ടി തേച്ചത് ഇപ്പോ ഇല്ലാണ്ടാവുക ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. അത് അധികം ആൾക്കാർ പറഞ്ഞിട്ടൊന്നുമില്ല, 1-2 ആൾക്കാർ. പക്ഷെ അപ്പോൾ അത് ഒരുപാട് പേരുടെ സംശയമായിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ കാര്യം ഉപയോഗിച്ചതിന് ശേഷം എന്നിട്ട് നിങ്ങൾക്ക് മാറ്റം വരുന്നില്ലെങ്കിൽ നമുക്ക് ഈ ടിപ്സ് ഈ 140 കോടി ജനങ്ങൾക്കും ഒരുപോലെ ഫലവത്തായിക്കോളണം എന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം വെച്ചാൽ 90% ആളുകൾക്കും റിസൾട്ടാണ്. ഈ 10% ആളുകൾക്ക് റിസൾട്ട് കാണാത്തവരുണ്ടെങ്കിൽ നമ്മളെടുത്ത് അടുത്തൊരു ടിപ്സും കൂടി പറഞ്ഞു തരികയാണ്. ഈ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ടിപ്പാണ് ഈ പറയുന്നത്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ അത് കാണുക. അതിന്റെ പേരുകൾ ഞാനിതിൽ എഴുതി ഇട്ട് തരാം. അത് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫലം കിട്ടാത്തവർ മാത്രമേ ഇതിന് ഇറങ്ങണ്ടൂ. കാരണം വെച്ചാൽ ഇത് അപകടമായിട്ടെന്നല്ല, ഒരു സാധനം ഉപയോഗിച്ചു അതിന്റെ ഗുണം നമുക്ക് 20 ദിവസം ഉപയോഗിച്ചതിന് ശേഷമാണ് നമുക്ക് കണ്ടു തുടങ്ങുക. പക്ഷെ ഇത് വളരാനുള്ള ഇതായി വരിക. എന്നിട്ടും ആവുന്നില്ലെങ്കിൽ നമുക്ക് മറ്റൊരു പ്രതിവിധി കാണണ്ടേ. കാരണം ലോകത്താകെ ഈ കാര്യത്തിന് അവരൊറ്റ കൂട്ടുമരുന്ന് മാത്രമൊന്നുമല്ല, ഒരുപാട് തരത്തിലുള്ള മരുന്നുകളും യോഗങ്ങളും ഉണ്ട്. അതിനോട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒന്ന് ഫലിച്ചില്ലെങ്കിൽ മറ്റൊന്ന് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പൊ അത് എഴുതിയെടുത്തോളൂ, നോക്കിക്കോളൂ കേട്ടോ. എന്ന് പറഞ്ഞാൽ അമുക്കൂരം, ശതാവരിക്കിഴങ്ങ്, കൊട്ടം എന്ന് പറഞ്ഞാൽ ചീമക്കൊട്ടം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടിമരുന്ന് കടയിൽ മേടിക്കാൻ കിട്ടും. പിന്നെ ജഡാമാഞ്ചി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ ഒരു നാര് പോലെയായിട്ടാണ്. പിന്നെ ചെറുവഴുതന എന്ന് പറഞ്ഞിട്ട് ഒരു വഴുതന ഉണ്ട്. അതിനെ ചുണ്ടങ്ങിയനേക്കാളും കുറച്ച് വലിപ്പമായിട്ടുള്ളത്. അത് പെട്ടിമരുന്ന് കടക്കാരോട് പറഞ്ഞാൽ അവർ കൊടുന്നു തരും. ഇതൊക്കെ കൂടി അരച്ചിട്ട് നമ്മൾ എത്ര എണ്ണയാണോ ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്ര തന്നെ, എന്ന് വെച്ചാൽ 300 ഗ്രാമിലേക്ക് നമ്മൾ ഇത് എടുക്കേണ്ടത്
300 ഗ്രാമിലേക്ക് നമ്മൾ എടുക്കേണ്ടത് അമക്കൂരം 50 ഗ്രാം, ശതവാരിക്കിഴങ്ങ് 50 ഗ്രാം, കൊട്ടം 10 ഗ്രാം, ജടാമാഞ്ചി 10 ഗ്രാം, ചെറുവഴുതന നമുക്ക് 50 ഗ്രാം. ഇവയാണ് നമ്മൾ എന്ത് വേണ്ടത് 300 ഗ്രാമിലേക്ക് നമ്മൾ എടുക്കേണ്ടത്. ഇതെടുത്തതിന് ശേഷം നമ്മൾ മൊത്തം പൊടിച്ച് അരച്ചതിന് ശേഷം ഇതിൽ 300 ഗ്രാം എണ്ണ ഒഴിച്ചാൽ 300 ഗ്രാം പാലും കൂടി ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം ഇത് മൊത്തം കൂടി കലക്കിയിട്ട് തിളപ്പിച്ച് കൽക്കമായിട്ട് മണൽ ചളി പാകത്തിൽ ഇങ്ങനെ ഒട്ടി മുരിയാത്തതിൻ്റെ മുന്നത്തെ സ്റ്റേജ് ആയി കഴിഞ്ഞാൽ നമുക്കത് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് പുരട്ടി കഴിഞ്ഞാൽ ഇത് വളരെയധികം വളരും എന്നുള്ളതിൽ ഒരു സംശയമല്ല. അപ്പം അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഒരു നേരം നിങ്ങൾ ഇത് പുരട്ടുക. പിന്നെ ഒരു നേരം നിങ്ങൾക്ക് പെട്ടെന്ന് വേണ്ടവരാണെങ്കിൽ, കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വിവാഹവും കാര്യങ്ങളൊക്കെ പഠിത്തുണ്ട്, എന്നാൽ ഈ ശരീര ഭംഗിയാണെന്ന് വെച്ചെങ്കിൽ ശരീരം കൊണ്ടൊരു ലുക്കും ഭംഗിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ജീരകം പാലിൽ അരച്ചിട്ട് അതും ഒരു നേരം പുരട്ടാം, ഒരു നേരം ഈ എണ്ണ ഉപയോഗിക്കാം. ഈ എണ്ണ ഒരു 1/2 കിലോ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുതന്നെയായാലും പരിപൂർണമായിട്ടുള്ള ഇതുണ്ടായിരിക്കും. ഈ എണ്ണ തന്നെയാണ് നമുക്ക് ലിംഗത്തിന് ബലം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഈ ലിംഗബലം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കുറേ കാലത്തിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് ധാതുപുഷ്ടി നഷ്ടപ്പെട്ടിട്ടും ശാരീരികമായിട്ടുള്ള ക്ഷയിച്ചതുകൊണ്ടും ഷുഗർ കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് തരത്തിൽ ഫീൽ ചെയ്ത ആൾക്കാരുണ്ടാവും. ഫീലിംഗ് വെച്ചാൽ ഷുഗറൊക്കെ വന്നിട്ട് നമുക്ക് ലൈംഗികപരമായിട്ടുള്ള താല്പര്യം കുറഞ്ഞവരും ലിംഗം ചുങ്ങി വന്നവരും വണ്ണവും നീളമൊക്കെ കുറഞ്ഞവരുണ്ടെങ്കിൽ ഈ എണ്ണ പുരട്ടി കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് പഴയതിനേക്കാളും നല്ല രീതിയിൽ വളരുകയും ചെയ്യും, വണ്ണവും വയ്ക്കും, എല്ലതും. ഈ എണ്ണ തന്നെ നമുക്ക് മുഖത്തോ ശരീരത്തിലെ ശോഷിച്ച ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് പുരട്ടിയിട്ട് തിരുമ്മി കഴിഞ്ഞാൽ അവിടെയൊക്കെ ശോഷിച്ച ഭാഗങ്ങളൊക്കെ നന്നായിട്ട് മാംസം വരാനുള്ള തടി വെക്കാനുള്ള ഇതുണ്ടായിരിക്കും. അപ്പോൾ കവിളത്താണെങ്കിലോ അല്ലെങ്കിൽ ശരീരത്തിൽ ചില ആളുകൾക്ക് മുട്ടിന് താഴെ കംപ്ലീറ്റ് മെലിഞ്ഞിട്ട് കാലിന് മുട്ടിന് കയ്യ ഈ ഭാഗമൊക്കെ ആകെ ഉണങ്ങി കടിച്ച പോലെയും ഒരു മെലിഞ്ഞ പോലെയും അപ്പോൾ ഒരു വാർദ്ധക്യ ലുക്കായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ മുട്ടിന് താഴെയും ഉള്ള ആൾക്കാർ, അതുപോലെ ശരീരത്തിൻ്റെ എവിടെയാണോ നമുക്ക് മെലിഞ്ഞ ഭാഗങ്ങൾ അവിടെ മാംസം വരേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ലിംഗപരമായിട്ടുള്ള കാര്യത്തിന് ഉത്തേജനത്തിന് വളരെ അത് നാഡീഞരമ്പിനുള്ള ശക്തി ഉണ്ടാവും. അങ്ങനെ ചുങ്ങിപ്പോയതൊക്കെ നീരാനും അതുപോലെ തന്നെ കൂടുതൽ വലിപ്പം വേണം എന്നുള്ള ആളുകൾക്ക് അത് മസാജ് ചെയ്ത് ഒഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നീളം വെക്കാനൊക്കെ ഇത് വളരെ ഉത്തമപരമായിട്ടുള്ള ഒരു യോഗമാണിത്. ശരീരത്തിൻ്റെ ശോഷിച്ച ഭാഗങ്ങളെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു യോഗമാണ്. അപ്പോൾ ഇത് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ മരുന്ന് വാങ്ങിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ മാറിൻ്റെ കാര്യത്തിൽ വളരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ അത് പരിപൂർണമായിട്ട് റിസൾട്ട് ഉണ്ടായിരിക്കും, യാതൊരു സംശയം വേണ്ട. ഇത് നമ്മൾ പറഞ്ഞെന്ന ടിപ്സ് ഉപയോഗിച്ചു എന്നിട്ട് ഫലം കണ്ടില്ലെങ്കിൽ ഇനി ഈ കാര്യം ഇവിടെ അവസാനിച്ചു എന്ന് കരുതിയിട്ട് ഇരിക്കേണ്ട. നമുക്ക് ഒരു യോഗം നമുക്ക് പറ്റിയില്ലെങ്കിലോ ഫലിച്ചില്ലെങ്കിൽ മറ്റൊരു ക്രിയ അല്ലെങ്കിൽ വിധാനം അല്ലെങ്കിൽ ഔഷധ കൂട്ടിൻ്റെ ആണിത്. ഇതോട് കൂടിയിട്ട് നിങ്ങളുടെ സ്വപ്നം എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് പരാജയപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ വേണ്ടവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ യോഗപ്രകാരം നിങ്ങളത് തയ്യാറാക്കി ഉപയോഗിക്കുക. ഇത്തരം വിഷയങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഇടുന്ന വീഡിയോ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ളതിലാണ്. എഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഗുണപരമായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്നതുമായിട്ടുള്ള മാത്രം വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളൂ. സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞ ചാനലിന് അതൊരു വിജയം, നമ്മുടെ സ്ഥാപനത്തിനും നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തിക്കും അതൊരു നേട്ടം കൂടിയാണ്. അത് നിങ്ങളും കൂടി പരിശ്രമിച്ചാലേ ആവുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഉപകാരമായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.